നമസ്കാരം, സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെറുതോണിപ്പുഴയുടെ ഭാഗമായ കുഴിഞ്ഞാലി തോട്ടിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുമ്പോഴും ജില്ലാ ഭരണകൂടവും പഞ്ചായത്തും മൗനത്തിൽ. വാത്തിക്കുടി, കഞ്ഞിക്കുഴി ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് അംഗങ്ങളും ഉപവാസ സമരം നടത്തി. ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് KSRTC ഡിപ്പോ ആരംഭിച്ചു. ഡിപ്പോയുടെ ഉദ്ഘാടനം സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. ഹൈറേഞ്ച് NSS യൂണിയന്റെ നേതൃത്വത്തിൽ വണ്ടൻമേട് ആമയാറിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ കോലം കത്തിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചെറുതോണിപ്പുഴയുടെ ഭാഗമായ കുഴിഞ്ഞാലിത്തോട്ടിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുമ്പോഴും ജില്ലാ ഭരണകൂടവും പഞ്ചായത്തും മൗനത്തിൽ. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിരവധി തവണ പരാതികൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നൽകിയെങ്കിലും പരിഹാരമില്ല എന്ന നാട്ടുകാർ. ചെറുതോണി ടൗണിന്റെ ഹൃദയഭാഗത്തിലൂടെ ഒഴുകുന്ന കുഴിഞ്ഞാലിത്തോട്ടിൽ മാലിന്യങ്ങൾ നിറയുന്നത് ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നമായി മാറുന്നു. ചെറുതോണിപ്പുഴയുടെ ഭാഗമായ ഈ തോട് പിന്നീട് പെരിയാറിലേക്കാണ് ഒഴുകുന്നത്. എന്നാൽ ജനവാസ മേഖലകളിലൂടെ കടന്നുപോകുന്ന ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഗാർഹിക മാലിന്യങ്ങളും അനിയന്ത്രിതമായി നിക്ഷേപിക്കുന്നതാണ് പതിവ് കാഴ്ച. മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തുകയും ദുർഗന്ധം പരത്തുകയും ചെയ്യുന്നു. ഇതോടെ സമീപവാസികൾക്ക് ഗുരുതര ആരോഗ്യ ഭീഷണിയും നേരിടേണ്ടി വരുന്നു. കൊതുകുകളുടെ വർധനവും രോഗവ്യാപന സാധ്യതയും നാട്ടുകാരിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. കുട്ടികളുടെ ഡയപ്പർ, സ്നഗ്ഗി ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് തോടുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. BMSന്റെ ഇടുക്കി ജില്ലാ ട്രഷറർ സതീഷ് CV ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുടെ അടുക്കൽ പരാതി നൽകിയിട്ടും പരിഹാരമില്ല. ഈ കൈത്തോടിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഞാൻ കഴിഞ്ഞ ജനുവരി 1-ാം തീയതി കളക്ടർക്ക് ഇതുമായി സംബന്ധിച്ച് ഒരു പരാതി കൊടുത്തിരുന്നു. കളക്ടർ അത് പഞ്ചായത്തിലേക്ക് ഫോർവേഡ് ചെയ്യുകയും പഞ്ചായത്തിൽ നിന്നൊരു ഉദ്യോഗസ്ഥൻ വന്ന് ഇവിടെ പരിശോധന നടത്തിയെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതിനുശേഷം കുറച്ച് നാളായിട്ടും നടപടി ഉണ്ടാകാതായപ്പോൾ ഞാൻ പഞ്ചായത്തിൽ ചെന്ന് അന്വേഷിക്കുകയും അപ്പോൾ എന്നോട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് കഴിഞ്ഞ വർഷം 1 ലക്ഷം രൂപ മുടക്കി ക്ലീൻ ചെയ്ത തോടാണ് ഇതൊന്നും എല്ലാ വർഷവും ഇങ്ങനെ പൈസ മുടക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ 2 കരയിൽ താമസിക്കുന്ന ആളുകൾക്ക് നോട്ടീസ് കൊടുക്കാം എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. പ്രാദേശിക ഭരണകൂടം സമയോചിതമായി ഇടപെട്ട മാലിന്യ നിക്ഷേപം തടയുന്നതിനും തോട് ശുചീകരണത്തിനും നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം ഈ തോട് പൂർണ്ണമായും മാലിന്യക്കുഴിയായി മാറാനുള്ള ഭീഷണിയാണ് ഉയരുന്നത്. സിറ്റിവിഷൻ ഇടുക്കി. വാത്തിക്കുടി, കഞ്ഞിക്കുഴി ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത്, കഞ്ഞിക്കുഴി, വാത്തിക്കുടി പഞ്ചായത്ത് അംഗങ്ങളും ഉപവാസ സമരം നടത്തി. ഇടുക്കി DMO ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ഉദ്ഘാടനം ചെയ്തു. കഞ്ഞിക്കുഴി, വാത്തിക്കുടി ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതുമൂലം രോഗികൾ ദുരിതത്തിലായിരുന്നു. നിരവധി തവണ സർക്കാരിന് മുന്നിലും ആരോഗ്യവകുപ്പിന് മുന്നിലും ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നിരവധി നിവേദനങ്ങൾ നൽകിയിരുന്നു. എങ്കിലും അതിലൊന്നും നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തിയത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദിവസേന 100 കണക്കിന് 300, 400, 500 രോഗികളോളം വരുന്ന വാത്തിക്കുടിയിലെയും കഞ്ഞിക്കുഴിയിലെയും 5 ആശുപത്രികളിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് പ്രദേശവാസികൾക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കഞ്ഞിക്കുഴിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ആശുപത്രിയിൽ ഒരു ആവശ്യത്തിനായി എത്തുമ്പോൾ അവിടെ ഡോക്ടർ ഇല്ല എന്നൊരു പേരിൽ തിരിച്ചു പോകേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്നെ ഒരു ആശുപത്രി എത്തണമെങ്കിൽ അവിടുന്ന് വീണ്ടും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തേണ്ട സ്ഥിതിയാണുള്ളത്. ഉപവാസ സമരത്തെ തുടർന്ന് കഞ്ഞിക്കുഴി ആരോഗ്യ കേന്ദ്രത്തിൽ ഈ മാസം 6-ാം തീയതി മുതൽ IP ആരംഭിക്കുമെന്ന രേഖാമൂലം ജനപ്രതിനിധികൾക്ക് ഉറപ്പ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ്, മറ്റ് ജനപ്രതിനിധികളായ സോന ട്രീസ ജോബി, മോളി ടോമി, VU ഉലഹന്നാൻ, ബിജോ പുളിമൂട്ടിൽ, നിള ബിജു, ജോബി ചാലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റിവിഷൻ ഇടുക്കി. ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് KSRTC ഡിപ്പോ ആരംഭിച്ചു. പുതുതായി ആരംഭിച്ച ചെറുതോണി ഡിപ്പോയുടെ ഉദ്ഘാടനം സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ചു.
പതിറ്റാണ്ടുകളായുള്ള സാമൂഹ്യ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ തുടർന്നാണ് ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് കഴിഞ്ഞ വർഷം KSRTC ഡിപ്പോ ആരംഭിക്കുന്നതിനായി സർക്കാർ തീരുമാനമുണ്ടായത്. ജില്ലാ ആസ്ഥാനത്ത് KSRTC ഡിപ്പോ ഇല്ലാത്ത ഏക ജില്ല ഇടുക്കി എന്നുള്ള പരാതി ഏറെക്കാലമായി നിലനിന്നിരുന്നു. KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന് ആവശ്യമായ സൗകര്യം ജില്ലാ പഞ്ചായത്ത് വിട്ടു നൽകാത്തതിനെ തുടർന്ന് താൽക്കാലിക കെട്ടിടത്തിൽ ഓപ്പറേറ്റിംഗ് സെന്ററും ജീവനക്കാർക്കുള്ള വിശ്രമമുറിയും ഒരുക്കിക്കൊണ്ടാണ് ചെറുതോണി ഡിപ്പോയുടെ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചത്. ടൗണിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ വീഡിയോ കോൺഫറൻസിലൂടെ KSRTC ഡിപ്പോയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈ സ്റ്റേഷൻ തുടങ്ങുമ്പോൾ ചെറുതോണി ജില്ലയുടെ ആസ്ഥാനമാണ്. അവിടെ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സൂപ്പർ ഡീലക്സ് ബസ്സുകൾ, സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകൾ, അങ്ങനെ വിവിധ ശ്രേണിയിൽപ്പെട്ട ബസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നു. അതിൽ 12 സർവീസുകളാണ് ഇവിടെ നിന്ന് ആരംഭിക്കാൻ ഉദ്ദേശിച്ചത്. 40 സെന്റ് സ്ഥലം ജില്ലാ പഞ്ചായത്ത് നൽകി. ആ സ്ഥലത്ത് ഇപ്പോൾ 4 പേരുള്ള ഒരു ബസ് സ്റ്റേഷനാണ് പണി തുടങ്ങുന്നത്. അതിനുള്ള കരാറല്ല. ചെറുതോണി KSRTC ഡിപ്പോയുടെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ എല്ലാവിധ സഹായങ്ങളും ഒരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അതോടൊപ്പം KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് എന്നും ആവശ്യമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, ജനപ്രതിനിധികൾ, CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, വ്യാപാരി സംഘടനാ നേതാക്കൾ, KSRTC ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, ചെറുതോണി. ഹൈറേഞ്ച് NSS യൂണിയന്റെ നേതൃത്വത്തിൽ വണ്ടൻമേട് ആമയാറിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ കോലം കത്തിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ NSS ജനറൽ സെക്രട്ടറി അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. ആത്മാഭിമാനമുണ്ടെങ്കിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ രാജിവെക്കണമെന്ന് ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് വണ്ടൻമേട് ആമയാറിൽ ഹൈറേഞ്ച് NSS യൂണിയന്റെ നേതൃത്വത്തിൽ G സുകുമാരൻ നായരുടെ കോലം കത്തിച്ചത്. ജനറൽ സെക്രട്ടറി നായർ സമുദായത്തെ അപമാനിക്കുകയാണെന്നും ആത്മാഭിമാനമുണ്ടെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്നും ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ പറഞ്ഞു. ഇവിടുത്തെ മനസ്സു പഠിച്ച, മനസ്സു നൊന്ത, നിരാശ ബാധിച്ച ഈ നായർ സമൂഹം ഹൈറേഞ്ചിൽ നിന്ന് തുടങ്ങുന്ന ഈ 2ാം ഘട്ട സമരത്തെ അതിതീവ്രമായി ഏറ്റെടുക്കുമെന്നും ശ്രീ G സുകുമാരൻ നായർക്ക് അന്തസ്സുണ്ടെങ്കിൽ, ആത്മാഭിമാനമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി എല്ലാ സമുദായ അംഗങ്ങളുടെയും ഇംഗിതത്തിനനുസരിച്ച് അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഭരണസമിതിയെ കൊണ്ടുവരുവാനുള്ള തൻ്റെ ഇടം ശ്രീ G സുകുമാരൻ നായർക്കോ അദ്ദേഹത്തിനെ പിന്താങ്ങുന്ന ആളുകൾക്കോ ഉണ്ടെങ്കിൽ അവരതിന് തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. തുടർന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ കോലം പ്രവർത്തകർ കത്തിച്ചു. ഹൈറേഞ്ച് NSS യൂണിയൻ ഭരണസമിതി അംഗങ്ങളും കരയോഗ ഭാരവാഹികളും നിരവധി നായർ സമുദായ അംഗങ്ങളും സമരത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട ഉപ്പുതോട് വില്ലേജ് ഓഫീസർ ജോസ് സെബാസ്റ്റ്യന് ആദരവ് നൽകി. ഉപ്പുതോട് സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച യോഗം മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിപ്സി ജിമ്മി ഉദ്ഘാടനം ചെയ്തു. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ വില്ലേജ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇടുക്കി താലൂക്കിലെ ഉപ്പുതോട് വില്ലേജ് ഓഫീസർ ജോസ് സെബാസ്റ്റ്യനെയാണ്. ഇതേ തുടർന്നുള്ള സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ അവാർഡും കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസർ ഏറ്റുവാങ്ങിയിരുന്നു. ഉപ്പുതോട് വില്ലേജിലെ ജനങ്ങളുടെ സാഹചര്യങ്ങളും ആവശ്യങ്ങളും തിരിച്ചറിഞ്ഞ് നല്ല മനസ്സോടെ പ്രവർത്തിച്ച വില്ലേജ് ഓഫീസർക്ക് ഉപ്പുതോടിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. ഉപ്പുതോട് സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിപ്സി ജിമ്മി ഉദ്ഘാടനം ചെയ്തു. നിരവധി വർഷങ്ങൾ സർവീസുണ്ട്. ഒരുപക്ഷെ റവന്യൂ ഇൻസ്പെക്ടറും അതുപോലെ തഹസീൽദാർ, റവന്യൂ ഇൻസ്പെക്ടറും, ഡെപ്യൂട്ടി കളക്ടർ, ഒരുപക്ഷെ കളക്ടർ വരെയാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജോസാറിന് ഏറ്റവും സ്നേഹത്തോടെ കൃത്യമായ നന്ദി അറിയിക്കുന്നു. യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പള്ളി വികാരി ഫാദർ തോമസ് നെച്ചിക്കാട്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ജിപ്സി ജിമ്മി എന്നിവർ വില്ലേജ് ഓഫീസറെ ഷാൾ അണിയിച്ചും മെമന്റോ നൽകിയും ആദരിച്ചു.
ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. മരിയാപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസ്സി തങ്കച്ചൻ, പഞ്ചായത്ത് അംഗങ്ങളായ രഞ്ജിത്ത് NS, ബിജോ ജോസ്, ജോളി ജോയ്, ജിജി ജോസഫ്, ഫിലോമിന സാജു, ഫാദർ അബ്രഹാം അഴകത്ത്, മരിയാപുരം പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സണ്ണി മാത്യു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വില്ലേജ് ഓഫീസർ ജോസ് സെബാസ്റ്റ്യൻ മറുപടി പ്രസംഗം നടത്തി. സിറ്റി വിഷൻ, ഇടുക്കി. നെടുങ്കണ്ടത്ത് നിർമ്മാണം പൂർത്തീകരിച്ച KP തോമസ് ജില്ലാ സ്റ്റേഡിയം 3-ന് നാടിന് സമർപ്പിക്കും. കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇടുക്കി ജില്ലയുടെ കായിക കുതിപ്പിന് ഗതിവേഗം പകരുന്നതിന് ദ്രോണാചാര്യ KP തോമസ് മാഷിന്റെ പേരിൽ നാമകരണം ചെയ്തിട്ടുള്ള ജില്ലാ ഇൻഡോർ സ്റ്റേഡിയം 2026 മാർച്ച് 3-ാം തീയതി രാവിലെ 10:30-ന് ഉടുമ്പൻചോല MLA MM മണിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി V. അബ്ദുൾ റഹ്മാൻ നാടിന് സമർപ്പിക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് എന്നിവരും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. 40 കോടി മുതൽ മുടക്കിൽ നെടുങ്കണ്ടം പച്ചടിയിൽ 5 ഏക്കർ സ്ഥലത്താണ് സ്റ്റേഡിയം പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. 4 ബാസ്കറ്റ്ബോൾ കോർട്ടുകൾ, 12 ബാഡ്മിന്റൺ കോർട്ടുകൾ, 4 വോളിബോൾ കോർട്ടുകൾ, 3 ഹാൻഡ് കോർട്ടുകൾ, 300-ൽ പരം വാഹനങ്ങൾക്ക് സെല്ലർ ഫ്ലോറിൽ പാർക്കിങ്ങിന് സൗകര്യവും ഡോർമെറ്ററി ഉൾപ്പെടെ അത്ലറ്റുകൾക്കും ഒഫീഷ്യൽസിനും താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേപ്പിൾ വുഡ് ഫ്ലോറിംഗ് ഒഴികെയുള്ള 90% പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്. നെടുങ്കണ്ടത്ത് 400 മീറ്റർ ഹൈ ആർട്ടിറ്റ്യൂഡ് സിന്തറ്റിക് ട്രാക്ക്, അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ ഫീൽഡ് എന്നിവയ്ക്കൊപ്പം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയം കൂടി സജ്ജമാകുന്നതോടെ നെടുങ്കണ്ടം ജില്ലയുടെ കായിക ഹബ്ബായി മാറും. ഇടുക്കി ജില്ലയുടെ കായിക കുതിപ്പിന് ഗതിവേഗം പകരുന്നതിന് ദ്രോണാചാര്യ KP തോമസ് മാഷിന്റെ പേരിൽ നാമകരണം ചെയ്തിട്ടുള്ള ജില്ലാ ഇൻഡോർ സ്റ്റേഡിയം 2026 മാർച്ച് മാസം 3-ാം തീയതി രാവിലെ 10:30-ന് ബഹുമാന്യായ ഉടുമ്പൻചോല MLA MM മണിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി V. അബ്ദുൾ റഹ്മാൻ നാടിന് സമർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് എന്നിവരും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്നു. നെടുങ്കണ്ടത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ, സ്വാഗത സംഘം ചെയർമാൻ ഷിഹാബ് ഈട്ടിക്കൽ, ജനറൽ സെക്രട്ടറി TM ജോൺ, ശ്യാമള വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കട്ടപ്പന വെള്ളയാംകുടി കാണക്കാലിപ്പടിയിൽ സ്കൂട്ടറിൽ ഇടിച്ച ബൈക്ക് KSRTC ബസിനടിയിലേക്ക് പാഞ്ഞുകയറി 2 യുവാക്കൾ മരിച്ചു. കട്ടപ്പന നഗരസഭാ കൗൺസിലർ സിബി പാറപ്പായുടെ മകൻ കൊച്ചുതവാള പാറപ്പായിൽ സൂരജ് സിബി, നത്തുകല്ല് കൈപ്പകശ്ശേരിയിൽ ഡോൺ തോമസ് എന്നിവരാണ് മരിച്ചത്. ഇരുവരും ബൈക്ക് യാത്രികരാണ്. ഞായറാഴ്ച വൈകിട്ടാണ് അപകടം. തൊടുപുഴയിൽ നിന്ന് കുമളിയിലേക്ക് പുറപ്പെട്ട ബസ്സിനെ ബൈക്ക് മറികടക്കുന്നതിനിടെ സ്കൂട്ടറിൽ ഇടിച്ച ശേഷം ബസ്സിനടിയിലേക്ക് പതിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സ്കൂട്ടർ യാത്രികരായ 2 പേർക്കും പരിക്കേറ്റു. ഇടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ
അതുല്യമായ ആഭരണങ്ങൾ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീണ്ടും വാർത്തകളിലേക്ക്. NRCT SNV ഹയർ സെക്കൻഡറി സ്കൂൾ LKG UKG വിഭാഗങ്ങളുടെ വാർഷികാഘോഷം നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം SNDP രാജക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിലെ തന്നെ ആദ്യകാല സ്കൂളുകളിലൊന്നായ NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിന്റെ LKG UKG 22ാമത് വാർഷികാഘോഷം ഇത്തവണ വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചത്. SNDP യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് പുതിയൊരു രീതി ഉണ്ടാകുമ്പോൾ ആ രീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരംഭ ഘടകം അത് പ്രീ പ്രൈമറി സെക്ഷനായി മാറുകയാണ്. ഇനി ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 1ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നേരിട്ട് എടുക്കുവാനായി സ്കൂളിലേക്ക് വരുന്ന രീതി അവസാനിക്കാൻ പോവുകയാണ്. അതിനു പകരം LKGയിലേക്ക് കുഞ്ഞുങ്ങൾ കടന്നു വന്ന് അവിടെ അഡ്മിഷൻ എടുക്കുകയും 3 വർഷക്കാലത്തെ LKG UKG അനുബന്ധ പഠനത്തിന് ശേഷം 1ാം ക്ലാസ്സിലേക്ക് എത്തിച്ചേരുന്ന ഒരു രീതിയാണ് ഇനിയും വരുന്ന പുതിയ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. സ്കൂൾ മാനേജർ KP ജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാജാറാം മുഖ്യപ്രഭാഷണം നടത്തി. LKG UKG HOD ഷൈബി രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ ശ്രീനി KR, PTA പ്രസിഡന്റ് ഉല്ലാസ് VS, പഞ്ചായത്ത് അംഗങ്ങളായ CR രാജു, ആശ ജിമോൻ, SNDP NRCT ശാഖ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ KP, ശാഖാ സെക്രട്ടറി സുനിൽ പാമ്പനച്ചാലിൽ, PG രാജേഷ്, ബിന്ദു സതീശൻ, ദീപു സോമൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും നാട്ടുകാരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. രാജക്കാട് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ രാജക്കാട് ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതി അംഗങ്ങളെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളെയും ആദരിച്ചു. NSS കരയോഗം ഹാളിൽ കരയോഗം പ്രസിഡന്റ് PB മുരളീധരൻ നായർ അധ്യക്ഷത വഹിച്ചു. രാജക്കാട് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ രാജക്കാട് ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതി അംഗങ്ങളെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളെയും ആദരിച്ചു. NSS കരയോഗം ഹാളിൽ കരയോഗം പ്രസിഡന്റ് PB മുരളീധരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കരയോഗം സെക്രട്ടറി അനിൽകുമാർ മഠത്തിനകത്ത് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് പഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായ പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ TK സുജിത്, മിനി ബേബി, സന്ധ്യ ബൈജു, അംഗങ്ങളായ CR രാജു, ജോഷി കന്യാക്കുഴി, ബിന്ദു ജീവൻകുമാർ, ബാബു കൊച്ചുപുര, ഗീത പ്രസാദ്, സുധീർ കോട്ടക്കുടി, ശ്രീജ സനിൽ, ആശ അജിമോൻ, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിപിൻ C അഗസ്റ്റിൻ എന്നിവരെയാണ് ആദരിച്ചത്. കരയോഗം ഭാരവാഹികളായ R ബാലൻപിള്ള, K സുനിൽ, രാജഗോപാൽ, രാധാമണി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. രാജക്കാട് അനുവദിച്ച പുതിയ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തന ചെലവിനായുള്ള സാമ്പത്തിക സഹായവും ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജക്കാട്. NRCT ദേശീയ വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആയോധന കലയിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ പ്രതിഭകളെ ആദരിച്ചു. വായനശാല ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. കുടിയേറ്റ ഗ്രാമമായ NRCTയുടെ കലാകായിക സാംസ്കാരിക മേഖലയിൽ വളർന്നുവരുന്ന പുതിയ തലമുറയ്ക്ക് ഇക്കാലവും വേണ്ട പ്രോത്സാഹനവും സഹായങ്ങളും നൽകി പ്രവർത്തിച്ചു വരുന്നതാണ് NRCT ദേശീയ വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഇത്തവണ ആയോധന കലകളിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ പ്രതിഭകളെയാണ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചത്. ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കുംഫുവിൽ സ്വർണം വെള്ളി മെഡലുകൾ നേടിയ അർജുൻ രതീഷ്, തായ്ക്കൊണ്ടയിൽ സംസ്ഥാന തലത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ കുമാരി ആദിത്യ അശോകൻ, ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കുംഫുവിൽ വെള്ളി മെഡൽ നേടിയ ആദിത്യൻ അശോകൻ എന്നിവരെയാണ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചത്. വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ജിജിമോൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിശ്വംഭരൻ സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് അംഗം CR രാജു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗമായ ആശ അജി, CPIM NRCT ലോക്കൽ സെക്രട്ടറി MM വിശ്വംഭരൻ,
വ്യാപാരി വ്യവസായി ഏകോപന സമിതി NR സിറ്റി യൂണിറ്റ് പ്രസിഡന്റ് IB, CDS ചെയർപേഴ്സൺ ബിജി സന്തോഷ്, ADS സെക്രട്ടറി ആലീസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. 18ാമത് തേക്കടി പുഷ്പമേളയുടെ പന്തലിന്റെ കാൽനാട്ട് കർമ്മം കുമളി കല്ലറയ്ക്കൽ ഗ്രൗണ്ടിൽ നിർവഹിച്ചു. ഏപ്രിൽ 1 മുതൽ മെയ് 3 വരെയാണ് ഇത്തവണ മേള നടക്കുക. കുമളി പഞ്ചായത്തും തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും മണ്ണറത്തറയിൽ നഴ്സറിയുമാണ് മേളയുടെ സംഘാടകർ. 18ാമത് തേക്കടി പുഷ്പമേളയ്ക്ക് ഏപ്രിൽ 1 മുതൽ തുടക്കമാകും. കുമളി ഗ്രാമപഞ്ചായത്തും തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി മണ്ണാറത്തറയിൽ ഗാർഡൻസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേള മെയ് 3 വരെ കല്ലറയ്ക്കൽ ഗ്രൗണ്ടിൽ നടക്കും. മേളയ്ക്കായി ഒരുക്കുന്ന പന്തലിന്റെ കാൽനാട്ട് കർമ്മം കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ് നിർവഹിച്ചു. പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിച്ചും മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഇതിൻ്റെ സംഘാടകർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അത്തരത്തിലുള്ള ശ്രദ്ധയും കരുതലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പല മേഖലകളിലും ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉണരുന്നു. അത് തീർത്തും പ്രസക്തമാണെന്ന് വരുത്തുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുകയാണ്. 33 ദിവസങ്ങളിലായി നീളുന്ന പുഷ്പമേള അവധിക്കാലത്ത് കുടുംബങ്ങളൊട്ടാകെ ആസ്വദിക്കാവുന്ന തരത്തിലായിരിക്കും സംഘടിപ്പിക്കുന്നത്. പുഷ്പഫലസദ്യ പ്രദർശനം, അമ്യൂസ്മെന്റ് പാർക്ക്, വിവിധ കലാ സാഹിത്യ മത്സരങ്ങൾ, ഭക്ഷ്യമേള, സൗന്ദര്യ മത്സരം, വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള സെമിനാറുകൾ എന്നിവ മേളയുടെ പ്രധാന ആകർഷണങ്ങളാണ്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറും. തേക്കടി വിനോദസഞ്ചാര മേഖലയ്ക്ക് മേള പുതുവുണർവ് നൽകുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. ജനറൽ കൺവീനർ TT തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് മെമ്പർ ബിജു ഡാനിയൽ, ലീന മനോജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷമീന, രാഷ്ട്രീയ നേതാക്കളായ KM സിദ്ദിഖ്, VK ബാബുക്കുട്ടി, AV മുരളീധരൻ, മജോ കാര്യമൂട്ടം, TN ബോസ്, PN മോഹനൻ എന്നിവർ സംസാരിച്ചു. MD പുഷ്പകരൻ സ്വാഗതവും ജനറൽ കൺവീനർ ഷാജി മണ്ണാറത്തറയിൽ നന്ദിയും അറിയിച്ചു. സിറ്റി വിഷൻ, കുമളി. ചക്കുപള്ളം 6ാം മൈലിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് സ്പൈസസ് സിറ്റി അണക്കരയും ഫാർമേഴ്സ് സെന്റർ ചക്കുപള്ളവും മലയാള മനോരമയും സംയുക്തമായി ഏകദിന കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥ വ്യതിയാനം മൂലം ഏലം കൃഷി വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിൽ കർഷകർക്ക് കൃത്യമായി അറിവും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര സ്പൈസസ് സിറ്റിയും ഫാർമേഴ്സ് സെന്റർ ചക്കുവള്ളവും മലയാള മനോരമയും സംയുക്തമായി 6ാം മൈൽ ഗൾസിമോൻ അരമന ഓഡിറ്റോറിയത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത്. ശാന്തൻപാറ കാർഷിക വികസന കേന്ദ്രത്തിലെ പ്ലാന്റ് പ്രൊട്ടക്ഷൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുധാകരൻ സൗന്ദരരാജൻ കർഷകർക്കുള്ള ക്ലാസ് നയിച്ചു. സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിബന്ധങ്ങൾ അനുഭവിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം കാർഡമം എക്സ്പോർട്ടിംഗ്. ഡൊമസ്റ്റിക് മാർക്കറ്റിലാണ് കൂടുതൽ കാർഡമം എങ്കിലും എക്സ്പോർട്ടിംഗിലാണ് നമുക്ക് കൂടുതൽ വില ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് കൂടുതലാക്കാനായിട്ട് നമ്മുടെ കർഷകർ പരിശ്രമിക്കുമ്പോൾ അവിടെ ഒരു ചാലഞ്ചായിട്ട് നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ ഇന്ന് പല പല രാഷ്ട്രങ്ങളും പറഞ്ഞു വെച്ചിട്ടുള്ള പാരാമീറ്റേഴ്സ്. റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര സ്പൈസസ് സിറ്റി പ്രസിഡന്റ് റെജി മാത്യു നരിമറ്റത്തിൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ബിബിൻ വർഗീസ്, ഭാരവാഹികളായ ബെന്നി ജോർജ് ഇലവുംമൂട്ടിൽ, ജോസ് മാത്യു, ജോസുകുട്ടി മാത്യു പൈലുമുറിയിൽ, ഷിനോദ് PG, മലയാള മനോരമ സർക്കുലേഷൻ ഓഫീസർ ജിൻസൺ C ജോൺ എന്നിവർ പ്രസംഗിച്ചു. നിരവധി കർഷകർ സെമിനാറിൽ പങ്കെടുക്കുന്നതിനും കാർഷിക പ്രദർശനം കാണുന്നതിനും എത്തിയിരുന്നു. സിറ്റി വിഷൻ, കുമളി. JCI തേക്കടി സഹ്യാദ്രി അണക്കരയുടെ പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. സിനിമാ താരം ജോബി പാല മുഖ്യാതിഥിയായി പങ്കെടുത്തു. വ്യക്തിത്വ വികസനത്തിലൂടെ സാമൂഹ്യ വികസനവും അതിലൂടെ ലോക സമാധാനവും ലക്ഷ്യമിട്ട 130-ൽ പരം രാജ്യങ്ങളിൽ 7 ലക്ഷത്തിലധികം അംഗങ്ങളുമായി പ്രവർത്തിച്ചു വരുന്ന സാമൂഹ്യ സന്നദ്ധ സംഘടനയായ JCIയുടെ ഭാഗമായ തേക്കടി സഹ്യാദ്രി അണക്കരയുടെ പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് നടന്നത്.
അണക്കര സ്പൈസസ് ഇൻ തേക്കടി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജിനു അരീക്കൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭരണസമിതി സ്ഥാനമേറ്റു. സ്ഥാനാരോഹണ ചടങ്ങിൽ സിനിമാ താരം ജോബി പാല മുഖ്യ അതിഥിയായിരുന്നു. ഈ JCIയിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ, അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു കുടുംബ സംഗമമാണ്. കുടുംബത്തിലെ ഇന്നിപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആ കുടുംബത്തെ ഉദിച്ചുയർത്തുന്ന ഒരു കൂട്ടായ്മ. കുട്ടികളൊക്കെ അണക്കരയിലൊന്നും കുട്ടികൾക്ക് ഒരു ദാരിദ്ര്യമില്ല. JCIയിലെ ആൾക്കാരൊക്കെ നന്നായിട്ട് കഷ്ടപ്പെടുന്ന നല്ല സ്നേഹസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ബോധ്യമാകുന്നത്. വിവിധ പരിപാടികളോടെ നടന്ന ചടങ്ങിൽ ചക്കുവെള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി, JCI സോൺ പ്രസിഡന്റ് ശ്യാം മോഹൻ, സോൺ വൈസ് പ്രസിഡന്റ് ജോൺ ആലഞ്ചേരി, സോൺ ഡയറക്ടർ സോബിൻ ആക്കിലേട്ട്, ഡോക്ടർ പ്രിൻസ് ഫ്രാങ്കോ, ജോസഫ്, ബിജു S നായർ, ജിസ്മി മനീഷ്, ആൻ മനീഷ് എന്നിവർ പ്രസംഗിച്ചു. ജോബി പാലായും സംഘവും അവതരിപ്പിച്ച കോമഡി പ്രോഗ്രാമും അരങ്ങേറി. സിറ്റി വിഷൻ, കുമളി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 15,630 രൂപ, പവന് 1,25,040 രൂപ, വെള്ളി ഗ്രാമിന് 315 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുതോണിപ്പുഴയുടെ ഭാഗമായ കുഴിഞ്ഞാലി തോട്ടിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുമ്പോഴും ജില്ലാ ഭരണകൂടവും പഞ്ചായത്തും മൗനത്തിൽ. വാത്തിക്കുടി കഞ്ഞിക്കുഴി ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് അംഗങ്ങളും ഉപവാസ സമരം നടത്തി. ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് KSRTC ഡിപ്പോ ആരംഭിച്ചു. ഡിപ്പോയുടെ ഉദ്ഘാടനം സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. ഹൈറേഞ്ച് NSS യൂണിയന്റെ നേതൃത്വത്തിൽ വണ്ടൻമേട് ആമയാറിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ കോലം കത്തിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.